ഈ രണ്ടുപേരും ഇഷ്ടമായിരുന്നോ? ആ. നീ എന്റെ ഫ്രണ്ട് ആയിരുന്നോ അവര്? ആ. കണ്ടോ പോയോ അവിടെ? അപ്പോൾ എൻ്റെ വൈഫ് പ്രസവിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ടി ടി എടുക്കാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നു. അല്ലാണ്ട് അങ്ങനെ പുള്ളിക്കാരത്തി ഇവിടെ അങ്ങനെ വേറെ ആവശ്യം അങ്ങനെ നിന്ന് വർത്താനം പറയാറൊന്നുമില്ല. പുള്ളിക്കാരത്തി എപ്പോഴും ഇങ്ങനെ ബിസി ആയിരിക്കും. അവരുടെ പറമ്പിൽ ജോലിക്ക് പോവുക, അത് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് പോകും വരും. എപ്പോഴും തിരക്കാണ്. പുള്ളിക്കാരിക്ക് സമയമില്ല. അപ്പനെ അമ്മേനെ നോക്കണം, പിള്ളേരുടെ കാര്യം നോക്കണം, ബിസിയാണല്ലോ. അവിടെ വീട്ടിൽ വേലക്കാരും ഒരു ഹിന്ദിക്കാരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് പോയി. പിന്നെ ഇത് തന്നെയായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഈ പറമ്പിലെ കൃഷിയൊക്കെ പുള്ളിക്കാരി തന്നെയാണോ ചെയ്തുകൊണ്ടിരുന്നത്? പുള്ളിക്കാരൻ 2 മാസം ജോലി 1 മാസം ലീവാണല്ലോ. അപ്പോൾ പുള്ളിക്കാരനില്ലാത്തപ്പോൾ പുള്ളിക്കാരത്തിയാണ് കൂടുതൽ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഇടയ അനിയൻ സിബി എന്ന് പറഞ്ഞ ഉണ്ണി എന്ന് പറഞ്ഞൊരു അനിയനുണ്ട്. പുള്ളി ഇവിടെ സ്കൂളിലെ സാറാണ്. പുള്ളിയും നോക്കുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ ഇവിടെ ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഈ വാതിക്ക് ഒരു 10-50 സെൻറ്റ് സ്ഥലം കണ്ട് അതിങ്ങനെ പ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി മേടിച്ചാൽ അവിടെയും പുള്ളിക്കാരത്തിയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഇങ്ങനെ മർദ്ദിച്ചു, ആവശ്യമാക്കി, എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ പുള്ളിക്കാരത്തിൽ അപ്പനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസിനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു തോന്നുന്നു. ഫാമിലി ഇഷ്യൂസ് ആയിരിക്കും അവരുടെ പ്രശ്നം. എനിക്ക് തോന്നുന്നു പുള്ളി ഇങ്ങനെ 2 മാസം റെഗുലറാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ ഒരു ജോലി സാഹചര്യം അറിയാമല്ലോ. അത് കഴിഞ്ഞ് 1 മാസം നാട്ടിൽ വരുന്നു. അപ്പോൾ ഇവിടെ അപ്പനും അമ്മയ്ക്കും വയ്യ. പുള്ളിക്കാരത്തിയാണ് എല്ലാ കാര്യങ്ങളും അപ്പൻ്റെ അമ്മയുടെ എല്ലാ കാര്യവും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ അപ്പനും അമ്മയും എല്ലാ വീട്ടിലും ഉള്ള പോലെ പ്രശ്നങ്ങൾ, അമ്മായിമ്മ മരുമകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പുള്ളിയുടെ അടുത്ത് പറയുന്നു. പുള്ളി അതിൻ്റെ അരിശം ഈ പുള്ളിക്കാരത്തിൽ തീർത്തതായിരിക്കാം. എല്ലാ വീട്ടിലും ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെ വലിയ പരിചയമില്ല. വന്നു പോകുമ്പോൾ ഹൈഫൈ പറഞ്ഞങ്ങ് പോകാനുള്ളൊരു രീതിയേ ഉള്ളൂ. കൂടുതൽ എനിക്ക് അവരുമായിട്ട് വലിയ കോൺടാക്ട്സ് ഇല്ല. സ്വാഭാവികമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നു. അതൊക്കെ എല്ലാം പറഞ്ഞു തീർത്ത് രമ്യതയിൽ പോകേണ്ടതായിരുന്നു. ഈഗോ ആയിരിക്കും. 2 കൂട്ടർക്കും ഞാനാണ് വലുത് നീയാണ് വലുത് എന്നുള്ള ചിന്തയായിരിക്കും. അതായിരിക്കും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാണ്ടായി പോയത്. പിള്ളേർ എപ്പോഴും ഇവിടെ വരുമായിരുന്നു. ഇവനുണ്ടായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഇവനെ എടുക്കാനൊക്കെ ആയിട്ട് എപ്പോഴും ഓടി വരുമായിരുന്നു. നല്ലൊരു കൊച്ചായിരുന്നു. ഞങ്ങളുടെ പിള്ളേരോടെ കളിക്കുകയും വളരെ നല്ല പെരുമാറ്റവും നല്ല രീതിയിലൊക്കെ ആയിരുന്നു. ആ ചേച്ചിയാണേലും നല്ലൊരു ചേച്ചിയാട്ടോ. ഒരു പുള്ളിനെ പറ്റി അങ്ങനെ ഞാനിവിടെ വന്നിട്ട് പുള്ളിനെ കണ്ടിട്ട് ഇതുവരെ പുള്ളി അങ്ങനെ ഒരു മോശം മനുഷ്യനായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. പുള്ളി എപ്പോഴും പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പറമ്പിൽ പോയി എന്തെങ്കിലും പണിക്കാനൊക്കെ ഇടാവും. പിന്നെ കള്ളു കുടിക്കുമായിരുന്നു തോന്നുന്നു. കള്ളു കുടിച്ച് അങ്ങനെ പുള്ളി ഞാൻ കണ്ടിട്ടുമില്ല. ഇപ്പം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ആ പിള്ളേരുടെ ആദ്യ കുർബാനയും ഒക്കെ നടന്നത്. അറിയത്തില്ല, അതിനെപ്പറ്റി കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ലോൺ എടുത്തു എന്നറിയാം. അതിപ്പോൾ അന്നേരം ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഈ പിള്ളേർ ചുങ്ക സ്കൂളിലാണ് പഠിക്കുന്നത്. എയ്ഡഡ് സ്കൂളാണല്ലോ, അവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് അവരെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തു. പിന്നെ ആ സമയത്ത് ഈ പുള്ളിക്കാരൻ വീണ് ബോൾ പൊട്ടുവോ ഏതാണ്ട് ചെയ്തു. അപ്പോൾ അതിനൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സാമ്പത്തികമായിട്ട് പ്രതിസന്ധി വന്നപ്പോഴാണ് തോന്നുന്നു ഇവർ ഇതിൽ നിന്ന് ലോൺ എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. അതേപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നാട്ടുകാർ പറഞ്ഞുള്ള അറിവുള്ളൂ. കാരണം ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്ത് നടന്ന സമയത്തൊക്കെ ഞാൻ ഇവരെ കാണാനായിട്ട് അയലൊക്കെ എന്നുള്ള രീതിയിൽ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി കാര്യമായിട്ട് തന്നെ നോക്കുന്നത്. ഇപ്പം പുള്ളിക്കാരന് രാവിലെ 7:30 ആകുമ്പോഴത്തേക്ക് പിള്ളേരെ വിട്ട് കഴിഞ്ഞിട്ടേ പുള്ളിക്ക് ചായ കിട്ടുമെന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഒരു പ്രാവശ്യം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ചുറ്റുവട്ടമുള്ള നാട്ടുകാരിലൊക്കെ നോക്ക്, എത്ര വീട്ടിൽ പേരക്കിടാങ്ങളുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യത്തിന് മരുമോടെ ഇവിടെ നിൽപ്പുണ്ട് നിങ്ങളെ നോക്കാനായിട്ട്. നിങ്ങളുടെ പേരക്കിടാങ്ങളെ കാണാം. അപ്പോൾ പുള്ളിയും സമ്മതിച്ചു, ശരിയാ എന്ന് പുള്ളിയും സമ്മതിച്ചു. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ കൊച്ചിൻ്റെ കാര്യം, അതായത് ഇവരുടെ മൂത്ത മകൻ, അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച. അപ്പോൾ അവൻ ഈ അപ്പൻ്റെ സാഹചര്യങ്ങളെല്ലാം കൊണ്ട് അവൻ ആപ്പടെ ഡിപ്രസ്ഡാണ്. ഭയങ്കര സങ്കടമാണ് കൊച്ചിൻ്റെ ഒരവസ്ഥ. അവന് എല്ലാ ദിവസവും പള്ളി അമ്മയുടെ കല്ലറ വരുന്നുണ്ട്, ഒത്തിരി നേരം അവിടെ ചിലവഴിക്കുന്നുണ്ട്. അവന് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവൻ ചെയ്യാനുള്ളത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ അവനിനി ആപ്പടെ അപ്പനല്ലേ ഉള്ളൂ. ആ പുള്ളിയെങ്കിലും അവനെ പ്രതി തുടർന്ന് ജീവിച്ച് അവൻ്റെ ജീവിതം നഷ്ടപ്പെടുത്താതെ അവനെ മുന്നോട്ട് കൊണ്ടുപോകുക എല്ലാവരും. അവനിനി ഒരു ആത്മഹത്യ ഇനി അവനും കൂടി നഷ്ടപ്പെടാതെ എല്ലാവരും അവനെ ചേർത്ത് പിടിക്കണം. അത്ര മാത്രമേ പറയാനുള്ളൂ. കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവന് ഇത്രയും വലിയൊരു ഷോക്കല്ലേ അവന് കിട്ടിയേക്കണം. അവൻ്റെ സഹോദരിമാരും അവൻ്റെ അമ്മയെല്ലാം മരിച്ചേക്കണം. അപ്പനിങ്ങനെ ജയിലിൽ കിടക്കണം. ഇനി അവൻ്റെ ജീവിതം എന്തായി തീരുമെന്ന് അറിയില്ല. എല്ലാവരും അവനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. പുള്ളിക്ക് അമ്മായിമ്മയുടെ അനിയത്തിമാരാണ്. അതായത് ഇപ്പോൾ നിലവിലുള്ള അമ്മായിമ്മയുടെ അനിയത്തിമാരാണ് ഉള്ളത്. വേറെ ആരും ഇല്ല. ഈവനിയോടുള്ള ഈ അച്ഛനാ. പിന്നെ ഒരു പെങ്ങളും ഉണ്ടെന്നറിയാം. സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് എന്തായത് മനസ്സിൽ വന്നത്? കാരണം ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഭയങ്കരമായ ഒരു ഷോക്കായിരുന്നു ഞങ്ങൾക്കൊക്കെ. ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ അവിടെ വല്ലാതെ അങ്ങ് ഷോക്കായിപ്പോയി. കാരണം ഇവരിങ്ങനെ ചെയ്യുന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഒട്ടുമില്ലായിരുന്നു. കാരണം ഇവർ ഇവിടുന്ന് മാറി അവിടെ പോയി നിൽക്കുന്നു. സ്വയംപരമായിട്ട് പിരിവാണെങ്കിൽ പിരിയട്ടെ, എന്നിട്ട് അവർ സ്വന്തമായിട്ട് ജീവിച്ച് കാണിക്കും. കാരണം ആ ചേച്ചി ഇവിടെ അതുപോലെ ജീവിച്ചതാണല്ലോ. ഇത്രയും പ്രതിസന്ധികളെ സ്വാഭാവികമായിട്ടും ജീവിക്കും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ അവസാന മുഹൂർത്തത്തിൽ ഇവരിങ്ങനെ മരിക്കുമെന്നൊന്നും ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. ആ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഷോക്കായിപ്പോയി. ചേച്ചിമാരെ പറ്റി എന്നാ പറയുന്നത്? ചേച്ചിമാരൊക്കെ പറയുന്ന ഇവിടെ വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്നായിരുന്നു? കുറേ വട്ടം ഞങ്ങൾ അവിടെ കുറെ മണ്ണും കൊണ്ട് വെച്ച കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവരാണെങ്കിൽ ഒരു പ്ലാൻ പറയുന്നത് അതനുസരിച്ച് ഞങ്ങൾ കളിക്കുമായിരുന്നു. ചേച്ചിമാരുടെ പേരൊക്കെ അറിയാവോ? പേര് പറഞ്ഞേ. യുവാന ചേച്ചി, അലീന ചേച്ചി. അലീന ചേച്ചി നിങ്ങളോട് എന്തൊക്കെയാ തമാശയൊക്കെ പറയുന്നേ? അലീന ചേച്ചി അത്ര വരാറില്ല, യുവാന ചേച്ചി അത്രേ വരാറുള്ളൂ. ചേച്ചി വന്നിട്ട് എന്തൊക്കെ കളിക്കും ഇവിടെ വന്നിട്ട്? എല്ലാം കളിക്കും. എന്നോട് എന്നൊക്കെ പറയും ഇവിടെ വന്നിട്ട്? കഥയൊക്കെ പറയുവോ? അങ്ങനെയൊന്നുമില്ല, കളിയുള്ളൂ. ഔദിക്കും വരും, അല്ലാത്ത സമയം സ്കൂൾ വിട്ട് കഴിഞ്ഞും വരും. ചേച്ചിയുടെ കൂടെ എന്താ കളിക്കുന്നത് പറഞ്ഞേ? കൊറേ കാര്യങ്ങൾ ഞങ്ങൾ കളിക്കാറുണ്ട്. അവസാനം പള്ളിപ്പെരുന്നാളിന് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നോ? ഒത്തിരി ഇഷ്ടമായിരുന്നു ഇവൻ ചേച്ചിയെ മോനുവിന്? ഇഷ്ടമായിരുന്നോ? ഇവൻ ചേച്ചിക്കോ? ചേച്ചിക്കും ഇഷ്ടമായിരുന്നോ?
ഇവനെ ചേച്ചി ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ടോ ഇപ്പോൾ ഉം. രണ്ടുപേരും? ആ കേൾക്കുമ്പോ തന്നെ അത് തന്നെയോ എന്നെ. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഒന്നും കൂടെ പറഞ്ഞ് ഇവാൻ ചേച്ചി ഒന്ന് പറയുന്നൊക്കെ ഒന്ന് ഓർത്തിരുന്നു പറഞ്ഞ് ഇവിടെ നിങ്ങളോട്. അത്ര ഓർമ്മയില്ല പറയുന്നതായിട്ട്. ചിലപ്പോഴേ അവർ ഇങ്ങോട്ട് കളിക്കാൻ വരാറുണ്ട്. ചിലപ്പോഴേ വരത്തുള്ളൂ, എപ്പോഴും വരികയല്ല. എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ വരും. വരും അല്ലേ? ഇപ്പം പറയുന്നത് പിള്ളേരെയൊക്കെ ഞാൻ പൊന്നുപോലെ സ്നേഹിച്ച് ഞങ്ങൾ ഒന്നിച്ചാൽ കടന്നു. പിന്നെ എന്നും പറയണ്ട, കഴിഞ്ഞ ദിവസം മരിച്ചിട്ട് ഓരോരുത്തരങ്ങാണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവളുടെ ട്രെയിന് കൈ കാണിച്ചതാണ് ബസ് കയറണ മാതിരി എന്ന് പറഞ്ഞ് ചുമ്മാ കളിയാക്കല. ഇനിയിപ്പോൾ അവള് പോയല്ലോ, പിള്ളേരും മരിച്ചതായിട്ട് അറിഞ്ഞില്ലായിരുന്നു, അവള് പോയല്ലോ, ഇനി പിള്ളേർ ഇങ്ങോട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പനും വളരെ മോശമാണ്. അപ്പം കരയൊക്കെ ചെയ്യായിരുന്നു. അപ്പം പറഞ്ഞു വളരെ ഞാൻ വിഷമ പിള്ളേർ ഇനി കിട്ടത്തില്ലല്ലോ എന്നൊക്കെ പറയാം. അഭിനയിക്കാൻ അവർക്ക് നല്ല വൈഫാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തർ അവരുടെ അടുത്തേക്ക് നമ്മുടെ ഈ അടുത്തുനിന്ന് ഒരു വീട്ടുകാർ പോലും അങ്ങ് കയറി പോവില്ല. അവരുമായിട്ട് വീട്ടിലെ ഷൈനിക്ക് ഉപദ്രവം ഉണ്ടായിരുന്നല്ലോ. ഉപദ്രവം ഇവര് തള്ളയും കൂടെ കൂടി അതിന് ഇങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ്, അല്ലാതെ ഒരു കാരണവശാലും പങ്കുവെച്ച് ഇത്രയും ചെയ്യില്ല. ആണാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടും ഭയങ്കര പ്രശ്നങ്ങളാണെന്നേ അവര്. അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യനെ അങ്ങോട്ട് ഇത് കഴിഞ്ഞ പിന്നെ പോലും കയറി നോക്കണ പോലും ഇല്ലാത്ത പിള്ളേരൊക്കെ വരുമായിരുന്നു ഇവിടെയൊക്കെ. എവിടെ പിള്ളേരൊക്കെ എപ്പോഴും സൈക്കിളും ചവിട്ടി ചെയ്ത് ഈ ഭാഗത്തൂടെ എല്ലാം കറങ്ങിയപ്പോഴൊക്കെ എല്ലാവരുമായിട്ടും വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ്. ഇവരാണ് ഈ തള്ളയും തന്തയും അച്ഛനുമാണ് മെയിൻ. നോബി അത് വെച്ച് നോക്കുമ്പോൾ അവര് വെച്ച് നോക്കുമ്പോൾ ഭേദമാണ്. അവന് ഇടപെടുകയൊന്നുമില്ല, പക്ഷെ അവന് ഒരു സൈസ് രീതിയാണ്. അവന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈൻഡ് വേറെയാണ്, വേറൊരു രീതിക്ക് അങ്ങ് പോകുന്നു മാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.